بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആൺപെൺ അതിരടയാളങ്ങൾ മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ സൂക്ഷ്മമായി പഠിപ്പിച്ച ഒരു സമൂഹം കൂടിയാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ആണിടങ്ങളുണ്ടാകാം, പെണ്ണിടങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ പൊതു ഇടങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ആണിടങ്ങളിലും പെണ്ണിടങ്ങളിലും പൊതു ഇടങ്ങളിലുമെല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അദബും യഥാർത്ഥത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സമൂഹത്തിന് പകർന്നു നൽകുന്നുണ്ട്. ഞാൻ ഓതി വെച്ച സൂറത്ത് നിസായിലെ ആദ്യത്തെ ആയത്താണ്. അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ആ ആയത്ത് തുടങ്ങുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ ഒന്നിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് ഖുർആൻ പറയുന്നു. മനുഷ്യൻ്റെ തുൽപ്പത്തി, മനുഷ്യൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒന്നിൽ നിന്നാണ്. ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ സാമൂഹ്യ മാനവിക സങ്കല്പത്തിൻ്റെ ഒരു അസ്ഥിവാരം കൂടിയാണ്. അതേ ഖുർആൻ തന്നെ പിന്നീട് പറയുന്നത് പിന്നെ നിങ്ങളെ ഇണകളായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അതിനെ തുടർന്ന് പിന്നീട് ഖുർആൻ പറയുന്നത് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, മാത്രമല്ല പെരുത്ത് ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവൻ വ്യാപിപ്പിച്ചു എന്നാണ്. മനുഷ്യരെ എന്നല്ല, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവൻ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് വത്തഖുല്ലാ, വീണ്ടും അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ബന്ധങ്ങളെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ കൃത്യമായി എന്നാണ് പിന്നീട് ഖുർആൻ പറയുന്നത്. ആണും പെണ്ണും കുടുംബവും എല്ലാം ചേർന്ന അതിനിടയിലെല്ലാം കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളുമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത് എന്നർത്ഥം. മറ്റിടത്ത് ഖുർആൻ പറയുന്നുണ്ട് ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വ യഹബു ലിമൻ യശാഉ ദുഖൂറ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് ആകാശഭൂമികളുടെ ആധിപത്യം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ കൊടുക്കും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ ആൺകുട്ടിയായിട്ട് പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്ന കുട്ടികളെന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു ആൺകുട്ടികൾ നൽകും, ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു പെൺകുട്ടികൾ നൽകും. വ യഹബു ലിമൻ യശാഉ ദുഖൂറ ഔ യുദവ്വിജുഹും ദുക്റാനും വ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകും. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് വയജ്അലു മൻ യശാഉ അഖീമ, ചിലർക്ക് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകാറില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച്, അതിലെ ആൺപെൺ വ്യത്യാസങ്ങളെക്കുറിച്ച് എല്ലാം വിശുദ്ധ ഖുർആൻ നമ്മോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ രണ്ട് ജെൻഡറിനെ, അഥവാ ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടുമുള്ള രണ്ട് ജെൻഡറിനെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ സാമൂഹ്യ കാഴ്ചപ്പാടും ഒരു വാല്യൂ സിസ്റ്റവും ഇസ്ലാം സമൂഹത്തിൻ്റെ മുൻപാകെ വെക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് വിരുദ്ധമായൊരു ജീവിത വീക്ഷണമാണ് നമ്മൾ കുറേ കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ആഘോഷപൂർവ്വം നമ്മൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആൺപെൺ അതിരടയാളങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മായ്ച്ചു കളയുന്ന ഒരു സോഷ്യൽ ലൈഫിനെയാണ് നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി സൃഷ്ടിക്കാൻ അവർക്ക് ആവശ്യമായ എല്ലാ ഓർഗൻസും ഉപയോഗിച്ച് ബോധവൽക്കരണം നടത്തിയിട്ട് മതിയാകാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് വരെ ഈ അർത്ഥത്തിലുള്ള ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയെ സൃഷ്ടിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണത്തിന് വരെ നമ്മുടെ സർക്കാരുകൾ പരിശ്രമിച്ചത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യേക തൊഴിലിടത്തിൽ ഉണ്ടായ സ്ത്രീ നേരിട്ട ഏറ്റവും ഭീകരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള രോദനങ്ങളും അതുപോലെ തന്നെ നിലവിളികളുമൊക്കെ നമ്മുടെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അത് ആ ഒരു തൊഴിലിടത്തിൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. സമൂഹത്തിൻ്റെ പൊതു ഇടങ്ങളിലെല്ലാം ഏറിയോ കുറഞ്ഞോ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ജീവിത വീക്ഷണത്തിൻ്റെ സ്വാഭാവികമായ പരിണിതി എന്ന അർത്ഥത്തിൽ
നമുക്കത് അഭിമുഖീകരിച്ച് മതിയാകൂ എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊരു ഇൻഡസ്ട്രിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്ന് പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലിബറലുകളും അതുപോലെ തന്നെ ഭൗതികവാദികളും ആവിഷ്കരിച്ച് ആഘോഷിച്ച് ഈ രാജ്യത്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ തന്നെ സ്വാഭാവികമായ പരിണിതിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ. സമൂഹത്തിൽ ആൺപെൺ വ്യവഹാരങ്ങളിലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യവഹാരങ്ങളിലെ നിയന്ത്രണങ്ങളും പരിധികളും ഏതെല്ലാം കാലത്ത് ഏതെല്ലാം സമൂഹത്തിൽ എടുത്തു കളയപ്പെട്ടിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം സമാനമായ ദുരന്തങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ ഇതിനെ കാണുന്നത് ഇതൊരു അസ്വാഭാവികമായ സംഭവമായിട്ടല്ല, ഇത് സ്വാഭാവികമായി നമ്മൾ സ്വീകരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന്, ഒരു ജീവിത വീക്ഷണത്തിൽ നിന്ന് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ധർമ്മച്യുതിയുടെ ആഴം എത്രയാണ് എന്ന് സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആളുകൾ ആവേശപൂർവ്വം അനുകരിച്ചു കൊണ്ടിരിക്കുന്ന, ആളുകൾ ജീവിതത്തിൻ്റെ മാതൃകയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഏതാണ്ട് പവിത്രമാണെന്ന് നമ്മൾ കരുതി പോന്നിരുന്ന, അത്രമാത്രമൊന്നും മോശമല്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഈ മേഖലയിൽ നിന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ ധർമ്മച്യുതിയുടെ ആഴം എത്രമാത്രമാണ് എന്ന് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്ത്രീയും പുരുഷനും രണ്ടാണ്, ഒന്നല്ല എന്നതൊരു ഫാക്റ്റാണ്. അത് ഫിത്തറത്താണ്. അത് വളരെ കൃത്യമായി നമുക്ക് അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അവർ തുല്യരല്ല, അവർ വ്യത്യസ്ത പ്രകൃതമാണ്. അവർ സ്വഭാവത്തിൽ വ്യത്യസ്തരാണ്, അവർ ശരീരശാസ്ത്രത്തിലും വ്യത്യസ്തരാണ്, അവരുടെ ക്യാരക്ടർ വ്യത്യസ്തമാണ്, അവരുടെ ബയോളജി വ്യത്യസ്തമാണ്, അവരുടെ സൈക്കോളജി വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡിലും ആ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. ജീവിത ധർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്തും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യസ്തതകളെ മാനിച്ചുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീയുടെ ധർമ്മത്തെക്കുറിച്ച് വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് അവരുടേതായ സ്വകാര്യതകൾ ഉണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് അവരുടേതായ സ്വകാര്യതകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് മതയാഥാസ്ഥികത്വത്തിനും അതുപോലെ തന്നെ ആത്യന്തികമായ ലിബറലിസത്തിനും മധ്യേ മനുഷ്യരോട് ഈ ഒരു ഫാക്റ്റാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ചാണ് സ്ത്രീവാദികൾ അവർ പലപ്പോഴും സമീകരിക്കാറുള്ളത് പുരുഷനിലേക്ക് എങ്ങനെ ചേർത്ത് കെട്ടാമെന്നുള്ളതാണ്. ഇവിടെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ അപരിഷ്കൃതമാണ്, യാഥാർത്ഥികമാണ്, അതുപോലെ തന്നെ പിന്തിരിപ്പൻ മതകാഴ്ചപ്പാടാണ് എന്നാണ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശത്തോട് പൊതുവെ പൊതുമണ്ഡലം സ്വീകരിച്ചിരുന്ന സമീപനം എന്ന് പറയുന്നത്. മതം സ്ത്രീയെ പേറ്റിയന്ത്രമാക്കുന്നു എന്നതുൾപ്പെടെയുള്ള മതത്തിന് നേരെ കുതിര കയറുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളും മതധാർമ്മിക മൂല്യങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ പകർത്താൻ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം മതസമൂഹത്തിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്. മതം സ്ത്രീയെ ഒരു ലൈംഗിക വസ്തു മാത്രമായി കാണുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ആത്മാവിഷ്കാരത്തിന് കൂച്ചുവിലങ്ങിടുന്ന മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പറുദീസ ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് ലിബറലിസ്റ്റുകളും അതുപോലെ തന്നെ ആധുനിക ഭൗതികവാദികളും മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ ഏറ്റവും സുന്ദരമെന്ന് തോന്നാവുന്ന ആശയം എന്ന് പറയുന്നത്. അവർ രൂപപ്പെടുത്തിയ ഒരു നെറേറ്റീവായിരുന്നു മതധാർമ്മിക മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ പിന്തിരിപ്പനും അപരിഷ്കൃതവും ചിലപ്പോഴെങ്കിലും പറയാറുള്ളത് 6-ാം നൂറ്റാണ്ടിലേക്ക് ചേർത്ത് കെട്ടുന്നതുമായിരുന്നു എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അവർ ഒരുക്കിയ ഒരു പറുദീസയിൽ നിന്നാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പറുദീസയിൽ നിന്നാണ്, ജനറൽ ന്യൂട്രൽ സൊസൈറ്റിയുടെ പറുദീസയിൽ നിന്നാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കേട്ടാൽ നെട്ടുന്ന സ്വഭാവത്തോടു കൂടിയുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീ സ്വാതന്ത്ര്യമുയർത്തി, അതുപോലെ തന്നെ സ്ത്രീവാദമുയർത്തി, സ്ത്രീ പുരുഷ തുല്യതാവാദമുയർത്തി, അങ്ങനെയുള്ള ഒരു വാദഗതിയുമായിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അവൾക്ക് ആർത്തവമുണ്ട്, അവൾക്ക് ഗർഭമുണ്ട്, അവർക്ക് പ്രസവമുണ്ട്, അവർക്ക് മുലയൂട്ടലുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്ന് പറയുന്നത് മാതൃത്വം എന്ന് പറയുന്ന പവിത്രമായ ഒരു പദവി അവർക്കുണ്ട്. ഈ പറയുന്ന സ്ത്രീയുടെ തന്നെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്ത്രീയുടെ തന്നെ പ്രത്യേകതകളെ സവിശേഷതകളെ അംഗീകരിക്കാൻ പോലും പലപ്പോഴും തയ്യാറാവാത്ത സമീപനം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അതുകൊണ്ട് സ്വകാര്യതകളെ, വേറിട്ട പെണ്ണിടങ്ങളെ എല്ലാം അവർ നിരാകരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് കാണാനിടയായി.
ഉദാര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു 10 കൊല്ലം മുമ്പ് ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സോഷ്യൽ ലൈഫാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് നെട്ടേണ്ടതില്ലാത്ത വിധത്തിൽ അത് നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നെട്ടിയ കാര്യമാണ്. ഒരുത്തൻ അവനും അവനിഷ്ടപ്പെട്ട പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇല്ല, കരാറുണ്ടോ ഇല്ല, അവർ ഒരുമിച്ച് ജീവിക്കുന്നു. അതിന് നിങ്ങൾ ചോദ്യം ചെയ്താൽ അത് സദാചാരി പോലീസാണ്, അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അത്തരം ഒരു കാര്യത്തെ അഥവാ ഇഷ്ടപ്പെട്ട ഒരാളും ഒരു പെണ്ണും തോന്നുമ്പോൾ ഒരുമിച്ച് ജീവിക്കുകയും തോന്നുമ്പോൾ ഒരുമിച്ച് പിരിയുകയും ചെയ്യുന്നത് വാർത്തയായൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ വാർത്തയല്ലാതായി മാറി എന്ന് മാത്രമല്ല, ഇപ്പോഴത് നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം ലൈംഗിക വീഴ്ച നടത്താൻ നിയമം അനുവദിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരം വിവാഹം കഴിക്കണമെങ്കിൽ 18 വയസ്സാകണം. 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷേ അതിനു മുമ്പ് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാണും പെണ്ണും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനോ അതിന് നിയമപരമായ നടപടിയെടുക്കാനോ പോലും ഒരുപാട് സാങ്കേതികത്വമുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. വേശ്യാവൃത്തിക്ക് വരെ നാം മഹത്വം കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ട്, നമ്മുടെ രാജ്യത്തും എന്നത് വ്യാപകമാണ്. സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പുതിയ തിയറികൾ രചിച്ചു കഴിഞ്ഞു. സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ആളുകളുടെ സേഫ്റ്റി വാൾവാണ്. അവർ വലിയൊരു ധർമ്മമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കിടയിൽ പറയാവുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് സെക്സ് വർക്കേഴ്സിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സംജാതമായി. അഥവാ സമൂഹത്തിലെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ സേഫ്റ്റി വാൾവ് എന്ന അർത്ഥത്തിൽ അവർ പരിരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം സുന്ദരമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ല, മറിച്ച് സെക്സ് ഒരാളുടെ നീഡാണ്. ആ നീഡ് മീറ്റ് ചെയ്യുന്നതിനാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ പുരുഷനും അതിൻ്റെ സന്ദർഭത്തിൽ നിയമാനുസൃതമായി വിവാഹം കഴിക്കുകയും ആ വിവാഹം കമ്മിറ്റ്മെൻ്റായി മാറുകയും ജീവിതം മുഴുവൻ ആ തൻ്റെ ഇണയുമായി തൻ്റെ സെക്സുമായി ബന്ധപ്പെട്ട നീഡ് പൂർത്തീകരിക്കുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ലിവിങ് ടുഗദറിലേക്കും സെക്സ് വർക്കേഴ്സിലേക്കും വരെ അതിനെയെല്ലാം ഒരു സോഷ്യൽ നീഡായി കണ്ടുകൊണ്ടുള്ള വിശകലനങ്ങളിലേക്കും വരെ നമ്മുടെ നാടെത്തി എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ലിബറൽ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പരിണിതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹോമോസെക്ഷുവാലിറ്റിയെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്സ് വർക്കേഴ്സ് എന്നതുപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന, അതിനോട് പോലും അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു പ്രത്യേകമായ ഇൻഡസ്ട്രിയുടെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ ജീവിത കാഴ്ചപ്പാടിൻ്റെ വിഷയമാണ്. ഈ കാലഘട്ടത്തിലെ ഭൗതികമായ, അതുപോലെ തന്നെ ലിബറലായ, അതുപോലെ തന്നെ ആർത്തിയും ആസക്തിയും നിറഞ്ഞ ഈ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയെ സൃഷ്ടിക്കാനുള്ള ശ്രമം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് ഇത്തരത്തിലുള്ള ഉദാര ലൈംഗികതയുടെ കേളീരംഗം അല്ലെങ്കിൽ വിടനിലമായി മാറിക്കൊണ്ടിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിനകമാണ് എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയെങ്കിലേ മതിയാകും. എൻ്റെ കുട്ടി പഠിക്കുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഉദാര ലൈംഗികതയെ ഏതർത്ഥത്തിലെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിടനിലമായി നമ്മുടെ ക്യാമ്പസുകൾ മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ, ഞാൻ ആ ക്യാമ്പസിൻ്റെ പേര് പറയുന്നില്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഇന്ന് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് നടപ്പാക്കിയതിൻ്റെ പേരിൽ ഫേമസ് ആയ ഒരു ക്യാമ്പസാണ്. അത് വാഴ്ത്തപ്പെടുകയാണ്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്, ആൺകുട്ടിക്കും ഒരു ടോയ്ലറ്റ്, പെൺകുട്ടിക്കും ഒരു ടോയ്ലറ്റ്. പരിഷ്കാരത്തിൻ്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും കൊടിയടയാളമായി നമ്മുടെ സമൂഹം അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യൂണിസെക്സ് ടോയ്ലറ്റുകൾ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ക്യാമ്പസിലാണ് ഈ പറയപ്പെട്ട സ്വഭാവത്തിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് വരെ നടപ്പാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തങ്ങുന്ന ഹോസ്റ്റലുണ്ട് എന്ന് പറഞ്ഞാൽ
അത് അതിശയോക്തിയല്ല, അതൊരു വസ്തുതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആണിടങ്ങളും പെണ്ണിടങ്ങളിലും ഇസ്ലാം നിശ്ചയിച്ചിരുന്ന മതം മാർഗനിർദ്ദേശം നൽകിയിരുന്ന അതിരടയാളങ്ങളെ ഭേദിക്കുന്ന അത്തരം പെണ്ണിടങ്ങളുടെ സ്വകാര്യതകളെ നിരാകരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതം രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അതിലെന്താണോ സംഭവിക്കുന്നത് അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാനവീയത്തിൻ്റെ ഭാഗമായുള്ള നൈറ്റ് ലൈഫ് പദ്ധതി എറണാകുളത്തും തിരുവനന്തപുരത്തും നടപ്പാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 5 മണി വരെ ആണിനും പെണ്ണിനും ഒരു ഉപദ്രവമില്ലാതെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പുലരും വരെ ചിലവഴിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഇടമൊരുക്കുന്നിടത്ത് ഇന്ന് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തും നൈറ്റ് ലൈഫ് പദ്ധതി മാനവീയത്തിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. ഇത്തരം ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരാണ്? അവർ തന്നെയാണ് ഡോറ് മുട്ടുന്നു, അതുപോലെ തന്നെ കിടപ്പറ പങ്കുവെക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് മേൽ സെക്ഷൽ ഹറാസ്മെന്റ് നടക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീവാദികൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ഞങ്ങൾക്കിടയിലും മതിലുകൾ പാടില്ല എന്നും ഞങ്ങളുടെ നഗ്നതാ പ്രദർശനം ഞങ്ങളുടെ ആവിഷ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞവരാണ് ഇന്ന് ഇത്തരത്തിലുള്ള പരാതിയും പരിഭവവും കൂടി പങ്കുവെക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് വിതച്ചതാണ് കൊയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, മൈ ബോഡി മൈ ചോയ്സ് എന്നതൊരു തിയറിയായി ഒരു അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തിയറിയുടെ സ്വാഭാവികമായ ബൈ പ്രൊഡക്റ്റാണ് ഇത്തരത്തിലുള്ളൊരു സൊസൈറ്റി എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. മൈ ബോഡി ഇതെൻ്റെ ശരീരമാണ്, മൈ ചോയ്സ് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ബോഡി ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കരുത്, ആരോടുമായി പങ്കുവെക്കണം ആരുമായി പങ്കുവെച്ചുകൂടാ എന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നിടത്ത് ഇൻഹിയില്ല ഹയാത്തുന ദുനിയ നമൂത്തു വനഹിയുമ നഹ്നുബി മബൂസീൻ, മരണാനന്തരം ഒരു ജീവിതമില്ല, മരണത്തോടു കൂടി തീരുന്നതാണ്, അതുകൊണ്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അതുകൊണ്ട് വേണ്ടുവോളം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുന്ന എക്കാലഘട്ടത്തിലും പ്രവാചകന്മാർ അഭിമുഖീകരിച്ച അതത് കാലഘട്ടത്തിലെ ജാഹിലിയ സമൂഹത്തിൻ്റെ വാദഗതികളാണ് പരിഷ്കൃത ലോകമെന്ന് അവകാശപ്പെടുന്ന പരിഷ്കൃതരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പുരോഗമനത്തിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി നമുക്ക് സംഭവിച്ചിരിക്കുന്ന പിഴവ് എന്ന് പറയുന്നത്. അലാ ലഹുൽ ഖൽഖ് വൽ അംർ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവനാണ് ശാസനാധികാരമുള്ളത്. എൻ്റെ ശരീരം എൻ്റേതല്ല, എൻ്റെ ശരീരം അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എൻ്റെ ഫുഡ് ഞാൻ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഹലാൽ കഴിക്കാൻ പാടുള്ളൂ, ഹറാമ് കഴിക്കാൻ പാടില്ല. എൻ്റെ സെക്ഷൽ നീഡ് ഞാൻ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്, ഹലാലായ വഴികളാണ് അതിനെ സ്വീകരിക്കേണ്ടത്. മറ്റൊരാൾക്ക് മേൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ എൻ്റെ സെക്ഷൽ നീഡിന് വേണ്ടി സമീപിക്കാൻ പാടില്ല. ഈ അർത്ഥത്തിലുള്ള അരുതുകളുടെയും അരുതായ്മകളുടെയും അതിരുകളുടെയും അതിർത്തികളുടെയും ഒക്കെ ചില പെരുമാറ്റച്ചട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വാല്യൂ ബേസ്ഡ് ആയ ഒരു സൊസൈറ്റി രാജ്യത്ത് രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മഹത്യക്ക് എനിക്ക് അനുവാദമില്ല. ഞാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ആഴം തേടുന്ന ഘട്ടത്തിൽ പോലും, കാലെത്താത്ത ചുഴിയിലകപ്പെടുന്ന ഘട്ടത്തിൽ പോലും എൻ്റെ ഈമാനിക ബോധം എന്നോട് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ആ ശരീരത്തിൻ്റെ ഉടമസ്ഥനല്ലാതെ എൻ്റെ ശരീരത്തിൻ്റെ ജീവൻ എടുക്കാൻ അധികാരമില്ല എന്നുള്ളത് കൊണ്ടാണ് ആത്മഹത്യ നമുക്കിടയിൽ കുറയുന്നത്. സമാനമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രൂണഹത്യ അഥവാ ശിശുഹത്യ നിരാകരിക്കപ്പെടുന്നതും ഇതേ സ്വഭാവത്തോടു കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ. കുട്ടികളുടെ ഉടമാവകാശം അള്ളാഹുവിനാണ്. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായിട്ട് ഒരാത്മാവിനെയും വധിച്ചു കളയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫ്ലാറ്റിൽ നിന്ന് ചോരപ്പൈതലിനെ എറിയുന്ന അമ്മ, അവിവാഹിതയായ അമ്മ നമുക്ക് മുന്നിൽ നൽകുന്ന ചിത്രം എന്ന് പറയുന്നത് ഈ വഴിവിട്ട ജീവിതത്തിൻ്റെ ഭീകരമായ പരിണിതിയുടെ കൊടിയടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശരീരത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്നും അതിൻ്റെ വിനിയോഗം അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം സദാചാര സീമകളെ നമുക്ക് പുച്ഛിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം, ഉദാര ലൈംഗികതയെ സമൂഹം ആഘോഷിക്കുമ്പോൾ ലോകത്ത് അത് സൃഷ്ടിച്ച ദുരന്തങ്ങളെക്കുറിച്ച്
കുറിച്ചുള്ള ലോകാനുഭവങ്ങളെ കുറിച്ചും കൂടി പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുക. നമുക്കെല്ലാവർക്കും അറിയാം, ഹു ഈസ് ദ ഓർഫൻ, ആരാണ് യഥാർത്ഥത്തിൽ അനാഥൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറയാനുള്ള മറുപടി ആരാണ് ഓർഫൻ, ആരാണ് അനാഥ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബാപ്പ മരിച്ചവനാണ് അനാഥ, അതുപോലെ തന്നെ ഉമ്മ മരിച്ചവനാണ് അനാഥ. ഞാൻ പറയുന്നു അതിനപ്പുറത്ത് എൻ്റെ ജന്മത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനില്ലാതെ അലയുന്ന ദൗർഭാഗ്യ ജന്മങ്ങൾ കൂടിയാണ് അനാഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം ജന്മം നൽകിയ അച്ഛനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ദൗർഭാഗ്യകരമായ ജന്മങ്ങൾ കൂടി നിറഞ്ഞതാണ് ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് ഡേവിഡ് ബ്ലാങ്കൻ ഹോൾ എന്ന് പറയുന്ന ഓദർ രചിച്ച ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഗ്രന്ഥമുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണാൻ കഴിയും. അഥവാ വഴിവിട്ട ഇത്തരത്തിലുള്ള സാമൂഹ്യ ജീവിതം ഒരു ജനതയെ കൊണ്ടെത്തിക്കുക അച്ഛനില്ലാത്ത ഒരുപാട് സന്താനങ്ങളെയും അതുവഴി ഉണ്ടാകുന്ന അരാജകത്വവുമാണ് എന്ന് അതുവഴി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വളരുക ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സംസ്കാരത്തിൻ്റെയൊക്കെ പിന്നിലൊരു കമ്പോളമുണ്ട് എന്ന് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരാണ് മക്കളെ പാരൻസിനെ നോക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് അഗതി മന്ദിരമാണ്. ആരാണ് കുട്ടികളെ നോക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് കുട്ടികളെ നോക്കേണ്ടത് ഡേ കെയർ സെൻ്ററുകളാണ് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രസവിക്കാൻ മടിക്കുന്ന, മുലയൂട്ടാൻ മടിക്കുന്ന, അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ലേറ്റാവണമെന്ന് ആഗ്രഹിക്കുന്ന, ഒരു തെറ്റായ പ്രവണത ദീനീപരമായ മര്യാദകൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ അകത്ത് വരെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനത് പറയുന്നത് മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമില്ല. പ്രസവം ഭാരമായി കാണുന്ന, മുലയൂട്ടൽ സൗന്ദര്യത്തിന് ബാധകമായി കാണുന്ന, അതുപോലെ തന്നെ വിവാഹം ലേറ്റാകണമെന്ന് വിചാരിക്കുന്ന, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിരുകവിഞ്ഞ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വെച്ചു പുലർത്തുന്ന ഒരു സാമൂഹ്യക്രമം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു, നെക്സ്റ്റ് ലെവൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സാധ്യതയുള്ള ബിസിനസ് ഏതാണെന്ന് പറയാമോ? ഞാൻ ചോദിച്ചു ഏതാണ് പറയൂ. അദ്ദേഹം പറഞ്ഞു 5 സ്റ്റാർ അഗതി മന്ദിരം ഒരുക്കാൻ സാധ്യമാണ് എങ്കിൽ അടുത്ത ജനറേഷൻ തേടാൻ പോകുന്നത് ഉപ്പയെയും ഉമ്മയെയും കൂടി അവിടെ ആക്കിയിട്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് പോകണമെന്നായിരിക്കും. അതാണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു സന്ദർഭം, ഇത്തരം ഒരു സാമൂഹ്യ ജീവിതത്തിലാണ് നമ്മളുള്ളത്. അഥവാ അത്തരം ഒരു സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമായ പരിണിതിയാണ്, അല്ലെങ്കിൽ നാം വിതച്ചതാണ് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ചില ഘട്ടങ്ങളെങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പോയാൽ, അടയാളപ്പെടുത്തലുകൾ നടത്താതെ പോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ഇത് അടയാളപ്പെടുന്നത്. ഉദാര ലൈംഗികതയെ വിതച്ചാൽ തീർച്ചയായിട്ടും അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം മാത്രമാണ് രൂപപ്പെട്ടു വരിക എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇന്ന് സ്ത്രീകളെ കാണുന്നത് മാംസമായിട്ടാണ് കാണുന്നത്, വിൽപ്പന മൂല്യത്തോടു കൂടിയാണ് സ്ത്രീയെ കാണുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? സാധാരണക്കാരുടെ ജീവിതത്തിൽ പല വിവാഹ സങ്കല്പത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കമ്പോള താല്പര്യത്തിൽ അധിഷ്ഠിതമായ സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തിന്റെ അപകടകരമായ പൈശാചിക പ്രവണതയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? സാധാരണക്കാരന്റെ വിവാഹ പങ്കാളിയെ തെരഞ്ഞെടുത്തിടത്തുള്ള നിറത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ അവർ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇത്തരത്തിൽ കമ്പോളം സൃഷ്ടിച്ച സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കൃത്രിമമായി രൂപപ്പെടുത്തിയെടുത്ത സൗന്ദര്യ സങ്കല്പം കൂടിയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയെ ഇന്ന് വിൽപ്പന മൂല്യം അഥവാ മതത്തിന്റെ അപരിഷ്കൃതയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പറുദീസയിലേക്ക് നയിച്ച ലിബറലിസവും ഫെമിനിസവും, ഞാൻ പറയുക സ്ത്രീ സ്വാതന്ത്ര്യവാദവും ഇന്ന് സ്ത്രീയെ കൊണ്ടെത്തിച്ചത് ഏറ്റവും വലിയ ചൂഷണോപാധിയായി അവളെ മാറ്റി എന്നുള്ളതാണ്. അവളുടെ ശരീരത്തെയാണ് സമീപിച്ചത്. അവളുടെ മനസ്സുണ്ട്, അവൾക്കൊരു മനസ്സാക്ഷിയുണ്ട്, അവൾക്ക് വികാരമുണ്ട്, അവൾക്ക് ആദർശമുണ്ട്, അവൾക്ക് നിലപാടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇല്ലാത്ത ഒരു സിസ്റ്റമായിരുന്നു ഇത് എന്ന് ഇന്നത്തെ പുതിയ സംഭവവികാസങ്ങൾ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ സൗന്ദര്യത്തിന്റെ കമ്പോള സാധ്യതകളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുരുഷ മേധാവിത്വമാണ് മതത്തിൽ എന്ന് പറയുന്നവർ ഈ സ്ത്രീയെ ഇவ்விதമാക്കിയത് ഈ മേഖലയിലുള്ള പുരുഷ മേധാവിത്വപരമായ സമീപനം കൂടിയാണ് എന്ന് വായിക്കാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, യഥാർത്ഥത്തിൽ പുരുഷന്റെ ഫാഷൻ എന്താണ്? അവൻ കോട്ടിടണം, അവൻ ടൈ കെട്ടണം, മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും അവൻ മറച്ചിരിക്കണം. അതാണ് പുരുഷന്റെ ഫാഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആ ഫാഷൻ സ്റ്റൈലിൽ സ്ത്രീ എവിടെയാണെന്ന് ചോദിച്ചാൽ എത്ര കുറഞ്ഞ വസ്ത്രം ഉപയോഗിക്കുന്നുവോ അവിടെയാണ് സ്ത്രീയുടെ ഫാഷൻ എന്ന് അടയാളപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ള പുരുഷ മേധാവിത്വപരമായ മനസ്സിനെ മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഇത്തരം കാഴ്ചപ്പാടിനെ വഹിക്കുന്ന ആളുകൾക്ക് പോലും കഴിഞ്ഞില്ല
എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു കലയാണ്, ജനകീയമായ കലയാണ്. സ്വാഭാവികമായും കല എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതിനിധാനമാണ്. അതുകൊണ്ട് തന്നെ ജനകീയമായ കലാവിഷ്കാരത്തിൻ്റെ മേഖലയിൽ അതിൻ്റെ വാല്യൂ ബേസ്ഡായ മെസ്സേജിനേക്കാൾ ഇത്തരം വഴിവിട്ട സംസ്കാരത്തിൻ്റെ മാർക്കറ്റിങ്ങിൽ വലിയ പങ്ക് അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച, ഞാൻ പരമാവധി പേര് പറയാതിരിക്കാനാണ് ശ്രദ്ധിച്ചത്, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കമ്മിറ്റിയിലെ ഒരംഗം അഥവാ ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അംഗം പറഞ്ഞ 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിലവർ പറഞ്ഞത് ആൺപെൺ വ്യവഹാരങ്ങളിലെ അതിരുവിട്ട ഇടപെടലുകൾ ഈ പരിണിതിയിൽ എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ആൺപെൺ വ്യവഹാരങ്ങളിലെ അതിരുവിട്ട ഇടപെടലുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ. മാത്രമല്ല അവർ പറയുന്നുണ്ട് സ്ത്രീ ശരീരത്തിന്റെ വടിവുകൾ എക്സ്പിറ്റ് ചെയ്യുന്നിടത്ത്, അതുപോലെ തന്നെ സ്ത്രീ ശരീരഭാഗം മറക്കാനല്ല എക്സ്പോസ് ചെയ്യാനാണ് പലപ്പോഴും ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. കഥയും കഥാപാത്രവും, ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും കഥയും കഥാപാത്രവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു ഗാനരംഗം കൊണ്ടുവരുമ്പോൾ ആ ഗാനരംഗം എന്ന് പറയുന്നത് ഈ സ്ത്രീ സൗന്ദര്യത്തെ വിൽപ്പനയ്ക്ക് വെക്കുന്ന അത്യന്തം അപകടകരമായ അശ്ലീലാവിഷ്കാരങ്ങളായി മാറുന്നു എന്ന ഇത്തരം കമ്മിറ്റിയുടെ വിലയിരുത്തലുകളിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാ, നമ്മുടെ വളർന്നു വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് സ്ക്രീനിൽ അരങ്ങ് തകർക്കുന്ന, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുർഗന്ധവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരം സെലിബ്രിറ്റികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അനുകരണ കലയാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ ഉള്ളത് എന്നത് അതിനേക്കാൾ ഡേഞ്ചറാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അരങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന നായകന്മാരുടെ റൊമാൻറ്റിസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പവിത്രമായ കുടുംബജീവിതത്തിൻ്റെ തന്നെ കുടുംബജീവിതത്തിലേക്കുള്ള പ്രവേശനങ്ങൾ പോലും അതിൻ്റെ അനുകരണ കലയായി മാറുന്ന സാഹചര്യം മുസ്ലിം കുടുംബങ്ങളിൽ വരെ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പച്ചക്ക് പറയുന്നിടത്ത് പരിമിതിയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വിവാഹ സദസ്സുകളിലേക്കും നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ വിവാഹ സദസ്സുകൾ അനുകരണീയമാകുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നത് ഇത്തരം സ്ക്രീനിൽ നിറഞ്ഞാടുന്ന അങ്ങേയറ്റം റൊമാൻറ്റിക്കായ ഇതുപോലുള്ള ഒരുപാട് കലാവിഷ്കാരങ്ങളുടെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായുമുള്ളതാണ്. അതിൻ്റെ അകമ്പൊള്ളയാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പാകെ വന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അവിടെയാണ് ഞാൻ പറയുക, യഥാർത്ഥത്തിൽ സ്ത്രീ മനുഷ്യനാണ് എന്ന് ഇസ്ലാം വീണ്ടും മനുഷ്യരോട് പറയേണ്ടതുണ്ട്. സ്ത്രീ മനുഷ്യരാണ്. നിങ്ങൾ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീ മനുഷ്യരാണ്. അവൾ ഉപഭോഗ വസ്തുവല്ല, അവൾ മാംസമല്ല, അതിനപ്പുറത്തേക്ക് അവൾ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ആ മനുഷ്യൻ അള്ളാഹു ആദരിച്ചവളാണ്. വലക്കത്ത് കറംന ആദം എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യം ഉച്ചസ്ഥരം നമ്മൾ സമൂഹത്തോട് ഉദ്ഘോഷിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, യാ നബി അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് വ്യഭിചാരത്തിനുള്ള അനുവാദം തരുമോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വ്യഭിചാരത്തിനുള്ള അനുവാദം തരുമോ? അഥവാ അദ്ദേഹത്തിൻ്റെ സെക്ഷൽ, ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുമോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. ആളുകൾ അദ്ദേഹത്തിന് നേരെ ചീറിയെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഫസാഹന്നാസുബിഹീന, അദ്ദേഹത്തോട് അട്ടഹസിച്ചു കൊണ്ടെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ തൻ്റെ നേരെ ചേർത്ത് നിർത്തി. എന്നിട്ട് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ട്, അത്തുഹിബ്ബുഹുലി ഉമ്മിക അത്തുഹിബ്ബുഹുലി ഉമ്മിക, അല്ല ഇതേ ചോദ്യം നിന്റെ ഉമ്മാന്റെ നേരെ ഒരാൾ ഉയർത്തുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയാളോട് ശാന്തമായി ചോദിച്ചത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഔദു ബില്ലാ, ഒരിക്കലും അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിനോട് പറയരുത്. അടുത്ത അള്ളാഹുവിൻ്റെ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അവനവൻ്റെ ഉമ്മാക്ക് നേരെ അത്തരം ഒരു ചോദ്യം വരുന്നത് അവർ ഇഷ്ടപ്പെടുകയില്ല. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അതുഹിബ്ബുഹു ലിബ്നതിക, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത് നിന്റെ മകളെ ആരെങ്കിലും അവരുടെ സെക്ഷൽ നീഡുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ആ ഘട്ടത്തിലും അയാൾ നഊദു ബില്ലാ, അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു ജഅൽനി അല്ലാഹു ഫിദാക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തനും തൻ്റെ മകൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ഒരർത്ഥത്തിലും ഒരു പിതാവും ഇഷ്ടപ്പെടുകയില്ല. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അതുഹിബ്ബു ലി ഉഖ്തിക,
നിന്റെ സഹോദരിയെ ഒരാൾ അയാളുടെ സെക്ഷൽ നീഡുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മൂന്നാമതും ആ മറുപടി ആവർത്തിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മൂന്നാമതും പറഞ്ഞു, ഒരാളും തൻ്റെ സഹോദരിയെ അത്തരം ഓരോ ആവശ്യത്തിന് സെക്ഷൽ ഹറാസ്മെന്റിന് ചോദിക്കുന്നത് പോയിട്ട് സമീപിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഉമ്മയുടെ സഹോദരിയെ, നിന്റെ പിതാവിൻ്റെ സഹോദരിയെ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നീ അതിന് വഴങ്ങുമോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം ഇതേ മറുപടി പറയുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്നുണ്ട്, ഒരാളും അത് ഇഷ്ടപ്പെടുകയില്ല. ലോകത്തൊരു സ്ത്രീയും ലോകത്തേതൊരു സ്ത്രീയും ഒന്നുകിൽ ഒരാളുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഒരാളുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ ഒരാളുടെ മകളാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന പ്രാഥമികമായ വിദ്യാഭ്യാസം ഈ പരിഷ്കൃത ലോകമെന്ന് അവകാശപ്പെടുന്നവർക്ക് നഷ്ടപ്പെട്ടെടുത്താണ് ഇത്തരത്തിലുള്ള കശ്മലന്മാർ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സ്ത്രീ ഒരു ഉമ്മയാണ്. എത്ര സുന്ദരമാണ് ആശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മൻ അഹഖുൻ നാസി ബിഹുസ്നി സുഹാബത്തി, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഏറ്റവും കൂടുതൽ സ്വഹാബത്തിന് ഞാൻ ഏറ്റവും ഹക്കായത് ആർക്കാണ്, എൻ്റെ സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് ആർക്കാണ്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മാക്കാണ്. രണ്ടാമതും ചോദിച്ചു, നിന്റെ ഉമ്മാക്കാണ്. മൂന്നാമതും ചോദിച്ചു, നിന്റെ ഉമ്മാക്കാണ്. നാലാമത് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ പാപ്പാക്കാണ്. ഈ അർത്ഥത്തിലുള്ള പദവി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകി. രണ്ടാമത് നിന്റെ ഭാര്യയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ, തീർച്ചയായിട്ടും ഖിയാറുക്കും നിസാഇ, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പെൺകുട്ടി ഒരാൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയോട് ആൺകുട്ടിയേക്കാൾ വിവേചനം ഒരാൾ കൽപ്പിക്കാതിരുന്നാൽ, അവളെ കുഴിച്ചു മൂടാതിരുന്നാൽ, അവിടെ ഭ്രൂണഹത്യ നടത്താതിരുന്നാൽ, അങ്ങനെ തന്നെയാണ് പറയുക. ഈ കാലഘട്ടത്തിലെ പ്രസവ റൂമുകൾ എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ ഡാർക്ക് ഏജിലെ കാട്ടറബികൾ പിറന്നു വീണ പെൺകുട്ടികളെ പെണ്ണാണെന്നതിൻ്റെ പേരിൽ ക്രൂരമായി കുഴിച്ചു മൂടിയതുപോലെ ഈ കാലഘട്ടത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ശീതീകരിച്ച റൂമുകളിൽ പെൺകുട്ടികളാണ് എന്നതിൻ്റെ പേരിൽ നരഹത്യ നടത്തപ്പെടുന്ന ഒരുപാട് ഭ്രൂണങ്ങളുണ്ട് എന്ന കാര്യം നമുക്ക് നിരാകരിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുക, ഒരു പെൺകുട്ടിയെ ഒരാൾ വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയാൽ അത് അയാളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പെണ്ണ് സുഖഭോഗ വസ്തുവല്ലെന്നും അവൾ ഉമ്മയാണെന്നും ഭാര്യയാണെന്നും സഹോദരിയാണെന്നും സ്വർഗത്തിലേക്കുള്ള വഴിത്താരയാണ് അവരോടുള്ള മാന്യമായ പെരുമാറ്റമെന്നും ഈ കാലഘട്ടത്തെ പഠിപ്പിക്കാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആൺപെൺ അതിരടയാളങ്ങൾ പാലിക്കുന്നിടങ്ങളിൽ പെണ്ണിൻ്റെ സവിശേഷതകളും സ്വകാര്യതയും അവരുടെ അവകാശങ്ങളും പരിഗണിക്കുന്നതിൽ മതധാർമ്മിക മൂല്യങ്ങളിലേക്ക് തന്നെ മനുഷ്യൻ മടങ്ങുകയല്ലാതെ മൂല്യവത്തായ ഒരു സൊസൈറ്റിയുടെ നിർമ്മിതി സാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും കാലം തെളിയിക്കുന്നു എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ നമ്മോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.